സ്നേഹമുള്ളവരെ, നമ്മളിന്ന് ഈ കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലൊക്കെ വളരെ ആവശ്യമുള്ള, ഏത് കാലത്ത് നമ്മളെപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാപകാരണത്തെ, അതിൻ്റെ വേരിനെ ഒന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് മാപ്പ് ചോദിക്കാനും സ്വയം വിശുദ്ധീകരണത്തിനും ആത്മപരിശോധനയ്ക്കും കാരണമാകുവാനും പ്രത്യേകം ശ്രദ്ധിക്കാം. നമ്മുടെ വിഷയം ലൈംഗിക വിശുദ്ധി, ജഡിക വിശുദ്ധി എന്നുള്ളതാണ്. ശരീരത്തിൻ്റെ വിശുദ്ധി. നമുക്കറിയാം, ഈ വിഷയം സംസാരിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് പലപ്പോഴും പല ആളുകളും പറയാറുണ്ട്. ഇതൊക്കെ സംസാരിക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങ് വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് അമേരിക്കയിലൊക്കെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ പറയും, ഞങ്ങളുടെ മനസ്സ് വിഷമിച്ച്, ഞങ്ങളുടെ മനസ്സിന് കുറ്റബോധം ഉണ്ടാക്കി, അതുകൊണ്ട് അച്ഛനെതിരെ കേസ് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെ ആളുകൾ പറയും. കാരണം അവർക്കൊന്നും ഈ വിഷയങ്ങളൊന്നും കേൾക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ഇടയിൽ അവിടെ പോയ ഒരു അച്ഛൻ്റെ സാക്ഷ്യം. അങ്ങനെ യൂറോപ്യൻ നാടുകളിലൊക്കെ പറയാം, പാപം ചെയ്യരുത്, ചെയ്യാതിരിക്കുന്നത് നല്ലതാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ വിഷയം ഗൗരവത്തോട് സംസാരിച്ചാൽ ലൈംഗിക വിശുദ്ധിയെക്കുറിച്ച്, ജഡിക മേഖലകളിൽ നമുക്ക് പറ്റാവുന്ന പാളിച്ചകളെക്കുറിച്ച് തിരുവചനം എന്താണ് പറയുന്നത്, അതിനെ തിരുത്താൻ എന്താണ് നാം ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് നാം സംസാരിക്കുന്നില്ല എങ്കിൽ, ഈ വിഷയത്തെക്കുറിച്ച് നാം സംസാരിക്കുന്നില്ലെങ്കിൽ നമ്മൾ തിരുവചനത്തിനെതിരെ തെറ്റ് ചെയ്യുന്നു. ഈ പുസ്തകത്തിൽ അനേക തവണ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ശരീരത്തിൻ്റെ വിശുദ്ധി. അത് ഹൃദയത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. വേരുകൾ ഹൃദയത്തിലാണ്. ഈ ഹൃദയത്തിൽ ഈ വേര് രൂഢമൂലമായി കിടന്നാൽ, അശുദ്ധിയുടെ വേര് കിടന്നാൽ, നമുക്ക് ദൈവത്തെ കാണാനോ ദൈവസന്നിധിയിൽ നിൽക്കാനോ ദൈവത്തോടൊരു കാര്യം ചോദിക്കാനോ യോഗ്യതയില്ല. അതുകൊണ്ട് നമ്മൾ ഈ സൂക്ഷ്മമായി ഒരല്പനേരം, ചിലപ്പോൾ ഒരു 10 മിനിറ്റോട് കൂടുതൽ എടുക്കേണ്ടി വന്നേക്കും. എന്നാലും നമ്മൾ ശ്രദ്ധയോടെ ഈ വചന ശുശ്രൂഷയിൽ സമ്മതിക്കണം. വരനേരം പ്രതി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സെക്ഷൽ പ്രഷേഴ്സ്, അല്ലെങ്കിൽ നമുക്ക് ഈ ജഡികമായിട്ടുള്ള താല്പര്യങ്ങൾ, ജഡികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ, ഇതാരെങ്കിലും പറയാണ്. ചില ആളുകളൊക്കെ ഉണ്ട്, ഭക്തി കൊണ്ട് പറയും, എനിക്ക് അങ്ങനെ ഒന്നുള്ളൊരു ചിന്തയൊന്നുമില്ല, എനിക്ക് അങ്ങനെ ഒരു വിചാരമൊന്നുമില്ല, ഞാൻ എൻ്റെ കർത്താവിനോട് ഒത്താണ് കഴിയുന്നതെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഒന്നുകിൽ അത് കള്ളം പറയുന്നു, അല്ല എങ്കിൽ ഒരു ഡോക്ടറെ കാണുന്നത് നല്ലതാണ്, ഒരു മെഡിക്കൽ ചെക്കപ്പ് നടത്തുന്നത് നല്ലതാണ്. കാരണം എല്ലാ മനുഷ്യനിലും ഈ ഒരു താല്പര്യമുണ്ട്. ഇത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ദൈവം മനുഷ്യനെ ഈ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേർക്കാൻ നൽകിയിരിക്കുന്ന ശേഷിയാണ് ലൈംഗിക ശേഷി. ഇതെല്ലാം മനുഷ്യനിലും ദൈവം നൽകിയിട്ടുണ്ട്. പക്ഷേ പ്രശ്നം, ഞാൻ പലപ്പോഴും ദൈവത്തോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം ഇതാണ്: കർത്താവേ, ഇതൊരു 13-ാം വയസ്സിൽ തുടങ്ങി കല്യാണം കഴിക്കുന്നത് വരെ ഇങ്ങനെയുള്ള ഈ താല്പര്യം, അത് 28 വയസ്സ് വരെ, ഒരു 10-15 വർഷക്കാലം ഈ എരുതിയിലിട്ട് ഈ സമ്മർദ്ദമെല്ലാം കൊടുത്ത് ഇങ്ങനെ ഇട്ട് കഷായിക്കേണ്ട ആവശ്യമുണ്ടോ? കല്യാണം കഴിക്കുന്നതിന് 1 വർഷം മുമ്പൊക്കെ ഈ താല്പര്യം കൊടുത്താൽ പോരെ. അപ്പൊ പിന്നെ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഇത് എനിക്കറിയാവുന്ന ധാരാളം ചെറുപ്പക്കാര് വന്ന് അവരുടെ സങ്കടങ്ങളിൽ പറയും, പറ്റുന്നില്ല അച്ഛാ, ഈ മേഖലയിൽ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, കണ്ണിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ചിന്തകൾ കാട് കയറി പോവുകയാണ്. അച്ഛാ, എനിക്ക് എങ്ങനെ രക്ഷപ്പെടണമെന്നുണ്ട്, എനിക്ക് ശരീരത്തിന്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നില്ല, സ്വയം പാപത്തിൽ വീണു പോവുകയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഇത് ഈ കല്യാണത്തിന് 1 വർഷം മുമ്പ് കാണാൻ കൊടുത്താൽ മതിയായിരുന്നു. എന്തുകൊണ്ടാണ് ദൈവം ഇത് അനുവദിച്ചത്? സ്നേഹമുള്ളവരെ, അതിന് കാരണം ഇത്രയേ ഉള്ളൂ. നിന്റെ ദൈവത്തിന് നിന്നെ ഒരു പോരാളിയാക്കാൻ ആഗ്രഹമുണ്ട്. നിന്റെ ദൈവത്തിന് നിന്നെ വളരെ ശക്തനായ, കരുത്തനായ ഒരു ദൈവ പൈതലാക്കി കാണാൻ ആഗ്രഹമുണ്ട്. എന്ന് വെച്ചാൽ നീ ഈ ജഡിക മേഖലകളിൽ പോരാടി വീഴും, പിന്നെയും എഴുന്നേറ്റ് പിന്നെയും യുദ്ധം ചെയ്ത് നീ വിശുദ്ധി പാലിച്ചിട്ട് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചാൽ നിന്നെപ്പോലെ ഈ മേഖലകളിൽ കൈയടക്കമുള്ള, മെയ്യടക്കമുള്ള, കണ്ണടക്കമുള്ള
പക്വതയുള്ള ഒരു കുടുംബജീവിതം നയിക്കാൻ നിന്നെപ്പോലെ മറ്റൊരാൾക്കും പറ്റില്ല. ഈ ഒരു നിയന്ത്രണം നിനക്ക് ആവശ്യമുണ്ട്. ഇല്ലെങ്കിൽ നീ കല്യാണം കഴിച്ചാലും നീ പാളിപ്പോകും, നീ മറുകണ്ഠം ചാടും, നീ വേലിക്ക് അപ്പുറത്ത് പോകും. അതുകൊണ്ട് ദൈവത്തിന് നിന്നെ ഈ മേഖലകളിൽ ഒരു കരുത്തനായ, കൈയടക്കമുള്ള, ആത്മനിയന്ത്രണത്തിന്റെ ആത്മാവിനെ തന്ന് ഒരു സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ ദൈവത്തിന് നിന്നെ കൊണ്ട് ആഗ്രഹമുണ്ട് എന്നതുകൊണ്ടാണ് ഈ ഒരു ചോദന നീണ്ട കാലത്തേക്ക് പരീക്ഷണമായി, സമ്മർദ്ദമായി നമുക്ക് ദൈവം അനുവദിച്ചിട്ടുള്ളത്. കരമേറി പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. പണ്ട് കാലത്ത് ഞാൻ സെമിനാറിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ചെറുപ്പത്തിന്റെ കാലത്ത് സെമിനാരിൽ പഠിപ്പിക്കുന്ന ഒരു വിഷയമുണ്ട്, മോറൽ തിയോളജി, എത്തിക്സ്. ഈ മോറൽ തിയോളജി അത് പഠിക്കാൻ ഞങ്ങൾക്ക് വലിയ താല്പര്യം. കാരണം ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കൂടുതലും ഇങ്ങനെയുള്ള വിഷയങ്ങളാണ്. അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ കൗതുകത്തോടെ ഇതെല്ലാം കേട്ടിരിക്കും. കാരണം നമ്മുടെ വിഷയം, നമ്മളും ഈ പ്രായത്തിലൂടെ കടന്നു പോവുകയാണ്. നാം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ഈ മേഖലയിലാണ്. അപ്പോൾ വേറെ അച്ഛന്മാർ വേറെ വിഷയങ്ങൾ പഠിപ്പിക്കും. ന്യൂമാറ്റോളജി, എപ്പിസ്റ്റമോളജി, ന്യൂമനോളജി, ടൈപ്പോളജി, അതിലൊക്കെ ഞങ്ങളിങ്ങനെ ഇരിക്കും. അതൊക്കെ കുഴപ്പമില്ല. പക്ഷെ ഈ വിഷയം, കാരണം ഇതെൻ്റെ വിഷയമാണ്. സ്നേഹമുള്ളവരെ, നമുക്കറിയാം ഇത് ഇല്ല, ഇത് നമ്മൾ നേരിടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണ്ടത്തരമാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ ഈ ഒരു പ്രതിസന്ധി, ഇതിനെ കൈകാര്യം ചെയ്യാനായിട്ട് ദൈവം ഇടവരുത്തും. അപ്പൊ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇതുകൊണ്ട് എന്താണ് ലക്ഷ്യമാക്കുന്നത്? ശ്രദ്ധയോടെ നമുക്ക് കേൾക്കാം. ദൈവത്തിന്റെ മുൻപിൽ ഈ സന്ധ്യയിൽ ഇരുന്നു കൊണ്ട് ഒരു ആത്മപരിശോധനയ്ക്ക് നമ്മൾ വിധേയമാകണം. എന്താണ് വചനത്തിലൂടെ ദൈവം വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്? എന്താണ് ദൈവത്തിന്റെ മനസ്സ് നമ്മളെക്കുറിച്ച്? ഈ വിശുദ്ധി പാലിച്ചാൽ, ഈ കൈയടക്കം, ഈ മെയ്യടക്കം, ഈ കണ്ണടക്കം ഇത് പാലിച്ചാൽ, ജീവിതത്തിന്റെ വിശുദ്ധി പാലിച്ചാൽ എന്താണ് ദൈവം നമുക്ക് നൽകുന്ന പ്രതിഫലം? അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുന്നതിന് മുൻപ് ആദ്യമേ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മൾ ഈ പ്രശ്നം കൈകാര്യം ചെയ്യണം. ഇതൊരു വിഷയമായി പലരുടെയും മുൻപിൽ അവതരിക്കും, എല്ലാവരുടെയും മുൻപിൽ അവതരിപ്പിക്കും. ഇതൊരു വിഷയമാണ്. എന്ത്? ഈ മറുകണ്ഠം ചാടാൻ, ആസ്വാദ്യകരമായതിന്റെ പുറകെ പോകാൻ, ഇഷ്ടപ്പെട്ട മനസ്സിനിണങ്ങിയ ആളുകളുടെ പുറകെ പോകാൻ, സൗന്ദര്യത്തിന് പുറകെ പോകാൻ, വശീകരണ ശക്തിയുള്ളതിന് പുറകെ പോകാൻ. പ്രിയപ്പെട്ടവരെ, എല്ലാ മനുഷ്യരിലും ഈ പ്രലോഭനം ഉടലെടുക്കും. അപ്പോൾ ഈ പ്രലോഭനത്തെ നമ്മൾ കൈകാര്യം ചെയ്യണം. അതായത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്, എല്ലാവരുടെയും ജീവിതം, അത് രണ്ട് ഭാഗങ്ങളാണ്. ഒന്ന്, ഒരു കാണപ്പെടുന്ന ഭാഗം, ഒരു ഫിസിക്കൽ ലൈഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം എൻ്റെ ശരീരം കാണാം, എൻ്റെ ചിരി കാണാം, എൻ്റെ ശബ്ദം കേൾക്കാം, എൻ്റെ കണ്ണ് കാണാം, എൻ്റെ രൂപം കാണാം. ഇതെന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ലൈഫ്, കാണപ്പെടുന്ന ഒരു ലോകം. എന്നാൽ കാണപ്പെടാത്ത, ഹിഡൻ ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് ലൈഫ് എല്ലാവർക്കും ഉണ്ട്. അതാർക്കും കാണില്ല. മനസ്സിൻ്റെ ഉള്ളിലെ വിചാരങ്ങൾ, ചിന്തകൾ, എന്താണ് ഞാനിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവിടെ ഇരിക്കുമ്പോഴും എൻ്റെ കൂടെ കടന്നു പോകുന്ന ചിന്തകൾ എന്തൊക്കെ, ആർക്കും പിടികിട്ടില്ല. ഹല്ലേലൂയ, സർവ്വതി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുപോലെ ശ്രദ്ധിക്കണം, ഇതുപോലെ നമ്മുടെ മനസ്സിനും രണ്ട് ഭാഗങ്ങളുണ്ട്. അതായത് നമ്മുടെ മനസ്സിൻ്റെ ഒരു 100% ഉണ്ടെങ്കിൽ ഒരു 90% കാണപ്പെടാത്ത കാര്യങ്ങളാണ്. ഒരു 10% കാണപ്പെടുന്ന, മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. ഞാൻ ആവർത്തിക്കുന്നു, ശ്രദ്ധിച്ചു കേൾക്കണം. പല ആളുകളും മനസ്സിലേക്ക് കടന്നു വരുന്ന പല കാര്യങ്ങളും, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചിന്ത വന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിചാരം എനിക്കുണ്ടായത് എന്നറിയുന്നില്ല. ഇത് പുറത്തു വന്നു കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത്, ഇതങ്ങനെ ഒരു ചിന്തയായിരുന്നല്ലോ, ഇതങ്ങനെ ഒരു ആഗ്രഹമായിരുന്നല്ലോ. ഇത് ഈ കടലിനടിയിൽ കിടക്കുന്ന മഞ്ഞുകട്ട കണക്കെയാണ്, ഐസ്ബർഗ് പോലെ. നമുക്കറിയാം, വലിയ കപ്പലൊക്കെ തട്ടി മറിഞ്ഞ ഈ വലിയ മഞ്ഞുകട്ട, ഇതിൻ്റെ
1% മാത്രമേ വെളിയിൽ കാണുകയുള്ളൂ. ബാക്കി 9% ദേ ഈ കടലിനടിയിലാണ്. നമുക്ക് മനസ്സിലാകാൻ എളുപ്പത്തിൽ പറഞ്ഞാൽ, നമ്മളൊരു ഗ്ലാസ്സിൽ ഓറഞ്ച് ജ്യൂസ് എടുക്കുന്നു. ഈ ഓറഞ്ച് ജ്യൂസിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ അതിനകത്തേക്ക് ഒരു ഐസ് ക്യൂബ് ഇട്ടെന്ന് വെച്ചു, ഒരു ഐസ് കട്ട. ഈ ഐസ് കട്ടയുടെ 1% മാത്രം പൊങ്ങിക്കിടക്കും, ബാക്കി 9% താണു കിടക്കും. നമ്മൾ ഈ 1% ഒരു കത്തി കൊണ്ട് കട്ട് ചെയ്ത് മുറിച്ച് മാറ്റിയാൽ കാണുന്ന കാഴ്ച എന്താണെന്നറിയാമോ? ബാക്കി 9% പൊന്തി 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 വരും. എന്തെല്ലാം മുറിച്ചു മാറ്റുന്നോ, വളരെ ശ്രദ്ധിക്കണം, ഈ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ മനസ്സിലാക്കണം. ഇത് എത്രയും നമ്മൾ കാണപ്പെടുന്ന ഭാഗം വെട്ടി ഒരുക്കുന്നോ, മുറിച്ചു മാറ്റുന്നോ, കൈകാര്യം ചെയ്യുന്നോ, അപ്പോൾ കാണപ്പെടാതെ മനസ്സിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന ഈ ഐസ് ക്യൂബ് ഇത് പൊങ്ങി 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 വരും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ കാണപ്പെടുന്ന ചില വൈകൃത മേഖലകളുണ്ട്. ജഡത്തിന്റെ മേഖലകളിൽ നമുക്കറിയാവുന്ന ചില ബലഹീനതകളുണ്ട്. ഇതിനെ നാം എൻകൗണ്ടർ ചെയ്യണം, കൈകാര്യം ചെയ്യണം. ഇതിനെ നമ്മൾ നിഷേധിക്കുകയും വെട്ടി മുറിക്കുകയും വെട്ടി ഒരുക്കുകയും ഇതിനെ നമ്മൾ മുറിച്ചു മാറ്റുകയും ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് അറിയാമോ? ഈ മേഖലകളിൽ ഒരു 90% മനസ്സിന്റെ അടിത്തട്ടിൽ ഇങ്ങനെ കിടക്കും. ഇപ്പൊ പ്രശ്നമില്ല, കുറെ നാൾ കഴിയുമ്പോൾ രാത്രിയിലെ ഉറക്കങ്ങളെ പോലും ഇത് ശല്യം ചെയ്യും. നിസ്സാര കാര്യത്തിൽ പോലും ഇത് പല രൂപങ്ങളായി, വികാരപ്രകടനങ്ങളായി പുറത്തു വരും. നാം അറിയാതെ ചെയ്തു കൂട്ടുന്ന തിന്മകൾക്ക് കാരണമാകും. കാരണം 25 വർഷം അശ്ലീല ചിത്രങ്ങൾ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മനസ്സിൽ അടിത്തട്ടിൽ കിടക്കുന്ന ചിത്രങ്ങൾ പ്രിയപ്പെട്ടവരെ, ഒരു പ്രായം കഴിയുമ്പോൾ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം മനസ്സിൽ തികട്ടി വരും. പിന്നെ ആളുകളോട് യുദ്ധം ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. മനസ്സിലുള്ള സമാധാനം നഷ്ടപ്പെടുന്ന 70 കഴിഞ്ഞിട്ടുള്ള ആളുകളെ എനിക്കറിയാം. നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ചിന്തിച്ചേക്ക്, ഇത്രയും കഴിഞ്ഞിട്ടോ? അതെ, ഇത് വളരെ അപകടം പിടിച്ച ഒരു കാര്യമായതുകൊണ്ടാണ് ഈശോ വളരെ വ്യക്തമായി പറയുന്നത്, ഈ വ്യഭിചാരം എന്ന് പറയുന്ന പാപം, ശരീരത്തിന്റെ അശുദ്ധി എന്ന് പറയുന്ന പാപം, ഇത് ഹൃദയത്തെ, ശരീരത്തിന്റെ അശുദ്ധിക്ക് കാരണം അത് ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ബാക്കി എല്ലാ പാപവും പുറത്താണ്. എന്നാൽ ഇതാകട്ടെ ഉള്ളിൽ നിന്ന് വരും. ഇത് വല്ലാതെ നമ്മളെ നശിപ്പിച്ചു കളയും. അതിനാൽ സ്നേഹമുള്ളവരെ, നാം ഈ മേഖലകളിൽ നിയന്ത്രണം പാലിക്കേണ്ടത് ആവശ്യമാണ്. അതിനാൽ ഈ കാണാവുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിരന്തരം എൻകൗണ്ടർ ചെയ്യുന്ന ഈ മേഖലകളിലെ തെറ്റ്, ചിലപ്പോൾ സ്വയം ഭോഗമെന്നായിരിക്കും, ചിലപ്പോൾ പൊർണോഗ്രഫി ആയിരിക്കും, അശ്ലീല കാഴ്ചകൾ കാണുക, ചിലപ്പോൾ ആളുകളോട് സംസാരിക്കുന്ന അശ്ലീല സംസാരമാകും. ഈ മേഖലകളെ നമ്മൾ എൻകൗണ്ടർ ചെയ്യണം. ഈ മേഖലകളിൽ ബോധപൂർവം നിയന്ത്രണം നമ്മൾ നടത്തിയില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇതുമായി ബന്ധപ്പെട്ട മനസ്സിന്റെ അടിത്തട്ടിൽ ഇതിന്റെ വകഭേദങ്ങളായി നാരുപോലെയുള്ള വേരുകൾ ധാരാളം മനസ്സിൽ കിടക്കും. അത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ദുരിതപൂർണമാക്കും. അതുകൊണ്ട് നമ്മൾ ഇതിനോട് യുദ്ധം ചെയ്യണം. വെട്ടിയൊരുക്കേണ്ടതിനെ വെട്ടിയൊരുക്കണം, മുറിച്ചു മാറ്റേണ്ടതിനെ മുറിച്ചു മാറ്റണം. ഇതാണ് ബൈബിളിന്റെ ജ്ഞാനം, ഇതാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്ന ജ്ഞാനം. ഹല്ലേലൂയ, ശ്രമേലി ഹല്ലേലൂയ. ജ്ഞാനത്തിൽ വളരണമെങ്കിൽ നമ്മുടെ കാണപ്പെടുന്ന കാര്യങ്ങളുമായി നമ്മൾ ഇടപെടണം. കാണപ്പെടുന്ന കാര്യങ്ങളുമായി നമ്മൾ ഇടപെടണം. നമുക്കറിയാവുന്ന കാര്യങ്ങളുമായി നാം ഏറ്റുമുട്ടണം. To grow in wisdom, we have to deal with what we know. നമുക്കറിയാവുന്ന കാര്യങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യണം. അതിനാൽ നമ്മുടെ ഈ അറിയാവുന്ന പാപം, ഈ മേഖലകളിൽ പാപമുണ്ടായെങ്കിൽ അത് കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കണം. അതാണ് അതിനെ ഡീൽ ചെയ്യണമെന്ന് പറയുന്നത്. കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് നമ്മൾ കുമ്പസാരിക്കണം. അപ്പോൾ നമ്മുടെ ഈ മുറിച്ചു മാറ്റുന്ന ഭാഗത്തിന് ശേഷമുള്ള ഈ തിന്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം പൊന്തി വരും. പ്രിയപ്പെട്ടവർ, നമ്മൾ പൂർണ്ണമായി വിശുദ്ധിയിലേക്ക് നയിക്കപ്പെടും. അതുകൊണ്ട് ഈ ദുർമോഹം അഥവാ ജഡികാസക്തി, ഈ പ്രലോഭനങ്ങൾ, ഇത് ദൈവം എന്തിനാണ് അനുവദിക്കുന്നത്? ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ദൈവം ഇത് അനുവദിക്കുന്നത്? ഇത് കൃത്യമായിട്ട് ബൈബിൾ പറയുന്നുണ്ട്. കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ
1-ാം ലേഖനത്തിന്റെ 10-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, ദൈവം എന്തുകൊണ്ടാണ് ഇത് അനുവദിക്കുന്നത്. വായിക്കാം. കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 13-ാം തിരുവചനം. വചനം ഇതാണ്: മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ശക്തിക്കതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും. അതായത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം അനുവദിക്കാതെ പിശാച് ഒരിക്കലും നമ്മളെ പ്രലോഭിപ്പിക്കത്തില്ല. ദൈവം അനുവദിക്കാതെ. അതായത് പിശാച് വന്നിട്ട് ദൈവത്തോട് ചോദിക്കും, ദൈവമേ അനുവാദം തരണം. അപ്പം ദൈവം ചോദിക്കും, എന്തിന്? പിശാച് പറയും, ആ ബെന്യച്ചൻ്റെ വിശ്വസ്തത ഇപ്പം ഞാൻ തെളിയിച്ചു തരാമെന്ന് പറയും. അപ്പോൾ ദൈവം ചോദിക്കും, അതിന്? അപ്പോൾ പിശാച് പറയും, അവനെ പ്രലോഭിപ്പിക്കാൻ എനിക്ക് അനുവാദം തരണം. അപ്പോൾ ദൈവം പറയും, തരില്ല. അപ്പോൾ പിശാച് അങ്ങ് പോകും. 1 മാസം കഴിഞ്ഞ് ദൈവത്തിൻ്റെ അടുത്ത് വരും, ദൈവമേ എന്താണ്? എനിക്ക് അനുവാദം തരണം. എന്തിന്? ആ ബെന്യച്ചൻ്റെ വിശ്വസ്തത തെളിയിക്കാൻ എനിക്ക് അവനെ പ്രലോഭിപ്പിക്കണം. അപ്പോൾ ദൈവം പറയും, തരില്ല. ഇങ്ങനെ കുറേ നാൾ കഴിയുമ്പോൾ, 6 മാസം കഴിയുമ്പോൾ പിന്നെയും പിശാച് ചോദിക്കും, ദൈവമേ എനിക്ക് അനുവാദം തരണം. എന്ത്? ബെന്യച്ചൻ്റെ വിശ്വസ്തത തെളിയിക്കാൻ. അനുവദിച്ചിരിക്കുന്നു. അതെന്താ ഇപ്പം അനുവദിക്കുന്നത്? ഇപ്പം അനുവദിക്കാൻ്റെ കാരണം എന്താണെന്നറിയോ? ഇപ്പം ദൈവം നോക്കുമ്പോൾ ബെന്യച്ചനിച്ചരെ കൈക്കരുത്തും മെയ്ക്കരുത്തുമൊക്കെ അന്ന് പ്രലോഭിപ്പിച്ചിരുന്നെങ്കിൽ എൻ്റെ പൊടി പോലും കിട്ടില്ലായിരുന്നു. പ്രിയമുള്ളവരെ, ദൈവം അനുവദിക്കും. എപ്പോഴാണെന്നറിയാമോ? നമ്മുടെ ശക്തി നമുക്കുണ്ട്, ഇതിനെ നേരിടാനുള്ള കരുത്ത് നമുക്കുണ്ട് എന്ന് ദൈവത്തിന് ബോധ്യമുണ്ടെങ്കിൽ ദൈവം പ്രലോഭനം അനുവദിക്കും. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്കിത് താങ്ങാൻ വയ്യായേ, എനിക്ക് മടുത്തേ, ദൈവമേ എന്തിനാ നീ എന്നെ ഇട്ടിങ്ങനെ പീഡിപ്പിക്കുന്നത്? പ്രിയപ്പെട്ടവർ, ഇത് ദൈവ നിഷേധ ചിന്തയാണ്. ഇത് പിശാചിൽ നിന്ന് വരുന്നതാണ്. വചനം എന്താ പറയുന്നതെന്നറിയാമോ? നമ്മുടെ ശക്തിക്ക് അതീതമായ ഒരു പ്രലോഭനവും ദൈവം അനുവദിക്കില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ കായേനോട് പറയുകയാണ്, കായേൻ, ഉചിതമായത് പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവില്ലേ? നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് നീ ഓർക്കണം. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു. എന്നിട്ട് ദൈവം പറയാണ്, നീ അതിനെ കീഴടക്കണം. ദൈവം നോക്കുമ്പോൾ കായേന് കരുത്തുണ്ട്. എന്തിന്? ഈ പാപത്തെ കീഴടക്കാൻ കായേന് പറ്റും. കായേൻ അതിന് പറ്റും. ഇത് ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, നീ അതിനെ കീഴടക്കണം. പ്രിയമുള്ളവരെ, അതിനുള്ള ആരോഗ്യം, കരുത്ത് നമുക്കുണ്ട് എന്ന് ദൈവത്തിന് ഉറപ്പായാലേ ദൈവം ആ പ്രലോഭനം അനുവദിക്കുകയുള്ളൂ. കാരണം നമ്മൾ കരുത്തരായി കാണപ്പെടാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈ കിയോ ഒന്നും നടക്കാനല്ല ദൈവത്തിന്റെ മക്കൾ, ദൈവസന്നിധിയിൽ പെക്കോ നടക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. മറിച്ച് കരുത്തരായ ദൈവ മക്കളെയാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലർക്കൊന്ന് പറയാനുണ്ട്, വെച്ചോ പ്രലോഭനം കൊണ്ട് സഹിട്ട് പറ്റുന്നില്ല അച്ഛാ, അതുകൊണ്ടൊരു വചനം പറഞ്ഞു തരാൻ പറയും. അങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ വചനമൊക്കെ ഇങ്ങനെ കൊടുക്കുമായിരുന്നു. ഈ വചനം അങ്ങോട്ട് ഉച്ചരിച്ച് നടക്കുമ്പോൾ മോനെ നിനക്ക് ഈ പ്രലോഭനം വിട്ടുപോകുന്നു പറയും. പക്ഷേ 1 മാസം കഴിയുമ്പോൾ പിന്നെ അവൻ വന്നിങ്ങനെ പമ്മി നിൽക്കുന്ന കണ്ട്, എന്ത് പറ്റിയടാ? അതെ, വേറെ വല്ല വചനമുണ്ടോ, അല്ല എഫക്റ്റുള്ള വചനമുണ്ടോ? പറ്റുന്നില്ലെന്ന് പറയും. ഇപ്പം എന്താ ഇതിൻ്റെ കാര്യം? സ്നേഹമുള്ളത്, നമുക്കറിയാം, വചനമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഭക്ഷണമാണ്. അത് നമുക്കറിയാം, വ്യക്തമായിട്ട് നമുക്കറിയാം. അത് നിർത്തി, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം അത് ഭക്ഷണമാണ്, നമുക്കറിയാം.
ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കുക. ശ്രദ്ധിച്ചു കേൾക്കണം. ഒരാള് ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കുക. ഫുഡ് വചനം. ഈ ആള് വണ്ണം വെച്ച് വരും. കാരണം ഇഷ്ടംപോലെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കും. ഈ ആള് നന്നായിട്ട് വണ്ണം വെക്കുന്നുണ്ട്, തടി വെക്കുന്നുണ്ട്. പക്ഷേ ഈ സ്പിരിച്വൽ ഫുഡ് കഴിച്ച് ആള് തടി വെക്കുന്നതല്ലാതെ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഇയാൾക്ക് ഇതിനെ നേരിടാൻ പറ്റുന്നില്ല. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കാലഘട്ടത്തിൽ പല ശുശ്രൂഷകരുടെയും ജീവിതത്തിൽ പറ്റുന്ന ഒരു പാളിച്ച ഇതാണ്. ജീവിതത്തിന്റെ ട്രയൽസ് ആൻഡ് ട്രിബുലേഷൻസ്, ജീവിതത്തിന്റെ ഒരു പ്രതിസന്ധി, ജീവിതത്തിൽ സഹോദരങ്ങൾ തമ്മിലൊരു ക്രൈസിസ്, മാതാപിതാക്കളോടൊരു ക്രൈസിസ്, മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ക്രൈസിസ് ഏറ്റെടുക്കാൻ പറ്റുന്നില്ല. വചനമോ ഇഷ്ടം പോലെ വചനമുണ്ട്. ഈ ഫുഡ് കഴിച്ച് തടി വെച്ചിങ്ങനെ ഇരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം നിന്നെ കരുത്തനായി, നിന്റെ മസിലിന് ഒരു ഉറപ്പ് തരുന്ന എപ്പോഴാണെന്നറിയോ? ഈ ഭക്ഷണം നിന്റെ ശരീരത്തിന് ഒരു മസിലായി മാറാൻ ദൈവം നിന്നെ പ്രതിസന്ധികളിലേക്ക് നയിക്കും, പ്രലോഭനങ്ങളിലേക്ക് നയിക്കും. ദൈവം നിന്നെ ക്രൈസിസിലേക്ക് നയിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഫുഡ് മാത്രം കഴിച്ചുകൊണ്ടിരുന്ന് തടി വെക്കാവുന്നേ ഉള്ളൂ. ദൈവം നമ്മുടെ മനസ്സിനെ ഉറപ്പിക്കാൻ, നമ്മുടെ ബലഹീനമായ ആത്മീയതയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആത്മീയത ദൈവം നമുക്ക് തരാൻ, ദൈവം നമുക്ക് പ്രലോഭനങ്ങളായിരിക്കും ഉണ്ടാകണം. ക്രൈസിസുകൾ ഉണ്ടാകും ജീവിതത്തിൽ. ദൈവം ഈ പ്രലോഭനങ്ങൾ അയക്കുന്നത് എന്തിനാണെന്ന് അറിയുമോ? സോ ദാറ്റ് യു മസ്റ്റ് ബി എ സ്ട്രോങ് മാൻ. വളരെ കരുത്തനായ ഒരു മനുഷ്യനായി മാറണം. കരുത്തരായ ദൈവ മക്കളെയാണ് ദൈവത്തിന് ആവശ്യം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ പ്രലോഭനങ്ങൾ, ദൈവം അങ്ങനെയുള്ളവരെയാണ് ഈ കാര്യങ്ങൾ ഏൽപ്പിച്ച്, ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച് മുന്നോട്ട് നയിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മള് ഈ പ്രലോഭനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രധാന ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് ഇതാണ്. പലരുടെയും മനസ്സിലുള്ള ഒരു കൺഫ്യൂഷനുണ്ട്. ഒരു പ്രലോഭനം മനസ്സിലേക്ക് ഉണ്ടായി, അപ്പോൾ ഒരു ആശങ്ക, ഞാൻ ഈ പാപത്തിൽ വീണുപോയോ? പ്രലോഭനം മനസ്സിലേക്ക് വന്നു, ചിന്തയിലേക്ക് വന്നു. എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു. അയ്യോ, പോയി, തീർന്നു, പാപി, ഞാൻ പാപം ചെയ്തു. ഇങ്ങനൊരു ചിന്ത മനസ്സിൽ വരാൻ സാധ്യതയുണ്ട്. തിരുവചനം എന്താ പറയുന്നത്? എല്ലാത്തിനും ബൈബിളിൽ ഉത്തരവുണ്ട്. ബൈബിളിൽ ഉത്തരം നമ്മൾ കണ്ടെത്തണം. ഒരു വിചാരം മനസ്സിലേക്ക്, അശുദ്ധമായ ഒരു ചിന്ത വന്നു, പാപം ചെയ്തോ എന്നാണ് ബൈബിൾ പറയുന്നത്. നമ്മളെപ്പോഴും മനസ്സിലാക്കണം, ഈ ടെംപ്റ്റേഷൻ ആൻഡ് സിൻ, ഇത് രണ്ടും വ്യത്യാസമുണ്ട്. പാപവും പ്രലോഭനവും തമ്മിൽ വ്യത്യാസമുണ്ട്. പ്രലോഭനമല്ല പാപം. അതായത് യാക്കോബ് ശ്ലീഹ വളരെ വൈദ്യശാസ്ത്രപരമായ ഒരു ഉത്തരം അതിന് പറയുന്നുണ്ട്. യാക്കോബിന്റെ ലേഖനത്തിന്റെ 1-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ അത് പറയുന്നുണ്ട്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. യാക്കോബ് വളരെ ഹ്യൂമൻ അനാറ്റമി ഒക്കെ പഠിച്ചിട്ട് പറയുന്ന ആളാണ്. നാവിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, നാവിൻ്റെ ചലനത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്, അത് ശരീരം മുഴുവൻ ദഹിപ്പിക്കാനുള്ള കഴിവിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു വൈദ്യശാസ്ത്ര വിശദീകരണമാണ് ഇത്. യാക്കോബ് 1:14-15 വാക്യം. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ്. ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. അതായത് യാക്കോബ് ശ്ലീഹ പറയുന്നത് ഇങ്ങനെയാണ്: ഒരു സ്ത്രീക്ക് ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാൻ ആ സ്ത്രീയുടെ ശരീരത്തിൽ ദൈവം പ്രകൃതിദത്തമായി കൊടുത്തിരിക്കുന്ന അണ്ഡമുണ്ട്. ഈ അണ്ഡമാണ് ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാനുള്ള അവളുടെ സംഭാവന. പക്ഷെ ഈ അണ്ഡമുണ്ട് എന്നതുകൊണ്ട് ഒരു കുഞ്ഞ് ജനിക്കില്ല. ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മൾ എങ്ങനെയാണ് പാപത്തിൽ വീഴുന്നത് എന്നതിന് യാക്കോബ് ശ്ലീഹ നൽകുന്ന ഒരു ഉത്തരമാണിത്. ഒരു സ്ത്രീ, അവളുടെ ശരീരത്തിൽ ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ ഈ അണ്ഡം ഉണ്ട് എന്നതുകൊണ്ട് അവളൊരു കുഞ്ഞിനെ ജനിപ്പിക്കുന്നില്ല. എപ്പോഴാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നത്?
പുരുഷ ബീജവും എന്ന് ഈ അണ്ടവുമായി സംയോജിക്കുന്നുവോ അന്നേരമാണ് കുഞ്ഞ് ജനിക്കുന്നത്. ഈ മെഡിക്കൽ പ്രിൻസിപ്പിളാണ് യാക്കോബ് ശ്ലീഹ ഈ വചനത്തിൽ എടുത്തു വച്ചിരിക്കുന്നത്, ഈ വൈദ്യശാസ്ത്ര വിശദീകരണം. അതായത് മനുഷ്യന്റെ പാപം എങ്ങനെയാണ് ഉത്ഭവിക്കുക? പാപം എന്ന കുഞ്ഞ്, ബേബി, പാപം, ഈ ബേബി ഉണ്ടാകണമെങ്കിൽ പാപഹേതുവായ ഒരു കാരണമുണ്ട്. അതാണ് ബീജം. അതായത് എൻ്റെ മനസ്സിൽ ഒരു അണ്ഡം ഉണ്ട്, അതായത് പാപത്തെ ജനിപ്പിക്കാൻ സാധ്യതയുള്ള ഒരു ദുർമോഹം എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്, ആസക്തി കിടപ്പുണ്ട്, ലസ്റ്റ് കിടപ്പുണ്ട്. എന്നാൽ പാപഹേതുവായ ഒരു ബീജം പുറത്ത് ഉണ്ട്. ഇത് തമ്മിൽ ജോയിന്റ് ആയില്ലെങ്കിൽ, ഈ കൺസംഷൻ നടക്കുന്നില്ലെങ്കിൽ പാപം ജനിക്കില്ല. അതായത് എൻ്റെ മനസ്സിൽ ഈ ദുർമോഹം, ഒരു തോന്നലുണ്ടായി, ഒരു ചിന്തയുണ്ടായി, പ്രിയപ്പെട്ടവരെ, അത് പുറത്തെ പാപവുമായി സംയോജിക്കുന്നില്ലെങ്കിൽ ഇത് പാപമാകുന്നില്ല. ഇതാണ് യാക്കോബ് ശ്ലീഹ പറയുക. ഈ ദുർമോഹം പാപത്താൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോൾ പാപം ജനിക്കുന്നു. പാപം പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. അല്ലാതെ എൻ്റെ മനസ്സിൽ ഒരു പ്രലോഭനം ഉണ്ടായി എന്നതുകൊണ്ട്, ഒരു ചിന്ത വന്നു എന്നതുകൊണ്ട് ഞാൻ പാപം ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, പ്രലോഭനങ്ങൾ ഉണ്ടാകാതിരിക്കുക. വായിച്ചിട്ടില്ല? പ്രലോഭനങ്ങൾ ഉണ്ടാകാതിരിക്കുക അസാധ്യം, അസാധ്യം. പ്രലോഭനങ്ങൾ ഉണ്ടാകും. എന്നാൽ എന്നിൽ ഒരു ഇച്ഛാശക്തി കിടപ്പുണ്ട്, എന്നിൽ തീരുമാനമെടുക്കാനുള്ള ഒരു കഴിവ് കിടപ്പുണ്ട്, ഈ പാപത്തെ അനുവദിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കിടപ്പുണ്ട്. പാപത്തെ ജനിപ്പിക്കുന്നത് അതാണ് പ്രിയപ്പെട്ടവർ. അതുകൊണ്ടാണ് ഈ വിൽ, ഈ സ്റ്റബൺ വിൽ ഉണ്ടല്ലോ, ഈ ഇച്ഛാശക്തി, എൻ്റെ ഈ തീരുമാനം, ഇതാണ് പാപത്തിന് കാരണമാകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പുറത്തെന്തെല്ലാം സംഹാര താണ്ഡവമാടിയാലും വശീകരിച്ച് നടന്നാലും ഇത് എൻ്റെ മനസ്സിന്റെ വാതായനങ്ങൾ ഞാൻ തുറന്നു കൊടുക്കാതെ, അനുവദിക്കാതെ ഇതെന്റെ ജീവിതത്തിൽ പാപം ആകില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനാൽ നമ്മൾ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതായി ചെയ്യേണ്ടതുണ്ട്. ഈ പാപത്തിന്റെ ഹേതു നമ്മുടെ തലയിലേക്ക് വരുന്ന ആ നിമിഷം തന്നെ നോ എന്ന് പറയാൻ, അതിനാണ് ഇച്ഛാശക്തി. പ്രിയപ്പെട്ടവരെ, ഈ ഒരു നോ, ഇത് പറയാൻ, ഇതാണ് കായനോട് തുടക്കത്തിലെ ദൈവം പറഞ്ഞത്, കായൻ നീ അതിനെ കീഴടക്കണം. അത് താല്പര്യത്തോടെ നിന്റെ വാതിലിൽ പതിയിരിപ്പുണ്ട്, അത് കയറിയാൽ നീ അതിനെ കീഴടക്കണം, അനുവദിക്കരുത്. സ്നേഹമുള്ളവരെ, ഇതിനോട് ലോഹ്യം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഒരു ചിന്ത വന്നാൽ ഇതിനോട് നമ്മൾ സല്ലപിച്ചിരുന്നിട്ട് കാര്യമില്ല. ഒന്നാം ലോകമഹായുദ്ധത്തിലെ ഒരു കാര്യം കേട്ടിട്ടുണ്ട്. കടലിൽ ഒരു യുദ്ധം നടക്കുകയാണ്, ബ്രിട്ടീഷ് കപ്പലും ജർമ്മൻ കപ്പലും തമ്മിൽ. ജർമ്മൻകാരൻ ഈ കപ്പലിൽ നിന്ന് ഒരു ഗ്രനേഡ് എടുത്ത് എറിഞ്ഞെന്നാണ് കേട്ടത്. ഈ ഗ്രനേഡ് ഒരു 30 സെക്കൻഡ് കഴിയുമ്പോൾ പൊട്ടും. അതിസമർത്ഥനായ ബ്രിട്ടീഷ് നാവിക സേനാംഗമായ ഒരാള്, ഈ അദ്ദേഹത്തിന് വലിയ മെഡലൊക്കെ കിട്ടിയെന്നാണ് പറയുന്നത്, ഈ ഗ്രനേഡ് വന്ന പാടെ ഇതിനെ പിടിച്ചെടുത്ത് തിരിച്ച് ഒറ്റയേറ് കൊടുത്തു. അടുത്ത സെക്കൻഡിൽ ഇത് അപ്പുറത്തെ കപ്പലിൽ ചെന്ന് വീണെന്നാണ് പറയുക. ഇത് നടന്ന സംഭവമാണോ ഇല്ലയോ അറിഞ്ഞുകൂടെ, പക്ഷെ കേട്ടൊരു കേൾവിയാണ്. അതിസാഹസികമായിട്ട് ഇത് വന്ന് വീഴുന്നതിന് മുൻപ് ഇത് വലയിൽ പിടിച്ച് നേരെ തിരിച്ചെടുത്തെറിഞ്ഞു. സംഭവിച്ചത് 30 സെക്കൻഡിനുള്ളിൽ ഇത് ജർമ്മന്റെ കപ്പലിനെ തകർത്തളഞ്ഞു. പിശാച് ഈ ഗ്രനേഡ് എറിയും. അശുദ്ധിയുടെ ഒരു ചിന്ത വെളിയിലിരുന്ന് നമ്മുടെ കപ്പലിലേക്ക്, തലയിലേക്ക് എറിയും. പ്രിയപ്പെട്ടവരെ, ആ നിമിഷം നോ എന്ന് പറഞ്ഞ് അതിനെ തിരിച്ചയക്കാൻ തയ്യാറാകാതിരുന്നാൽ പലരും ചെയ്യുന്നത് എന്താണെന്നറിയാം? ഇതിങ്ങ് പിടിക്കും. പിടിച്ചിട്ട് നല്ല ഷേപ്പാണല്ലോ, നല്ല സൗന്ദര്യമുണ്ടല്ലോ, നല്ല വെയിറ്റ് ഉണ്ട്,
ഇതിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കും. തീരും. ഇതുകൊണ്ടാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് സേ നോ. ഇതാണ് മസിൽ പവർ. ഇത് പ്രതിസന്ധിയുടെയാണ്. ഇത് ചിലപ്പോൾ നാണം കെടലിന് കാരണമാകും. മറ്റുള്ളവരുടെ മുമ്പിൽ ചെറുതാകപ്പെടും, മറ്റുള്ളവരുടെ മുമ്പിൽ പോപ്പുലർ ആകത്തില്ല. പ്രിയപ്പെട്ടവരെ, ഇത് പക്ഷേ നിന്റെ ഹൃദയത്തിൻ്റെ ഈ രഹസ്യത്തെ നിന്റെ ദൈവം കാണും. അവിടുന്ന് തരുന്ന പ്രതിഫലത്തിന് ഒരളവും ഉണ്ടാവില്ല. അളവ് കൂടാത്തൊരു പ്രതിഫലം തരാൻ ദൈവത്തിന് സാധിക്കും. പലതരം പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ആസ്വദിക്കാൻ തോന്നും, ഈ പ്രലോഭനം ആസ്വദിക്കാൻ. അതുകൊണ്ടാണ് ഏദൻ തോട്ടത്തിൽ ഈ പഴം സൃഷ്ടിച്ചിട്ട് ദൈവം പറയാണ്, ഈ കനി ആ വൃക്ഷത്തിന്റെ പഴം, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 6-ാം തിരുവചനം, ആ വൃക്ഷത്തിന്റെ പഴം ആസ്വാദ്യകരം. ഈ പ്രലോഭനം അത് ആസ്വാദ്യകരമാണ്. ഇനി അല്ല എന്നാരെങ്കിലും പറഞ്ഞാൽ, ഓ എന്നാ സൗന്ദര്യമാ, ഒരു സൗന്ദര്യമില്ല, എന്നാ ആകാരവടിവാ, ഓ അവനെ പിന്നെ ഞാൻ എത്ര കണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇതിനെ നിഷേധിച്ചിട്ട് കാര്യമില്ല. സൗന്ദര്യമുണ്ട് ഈ ഭൂമിയിൽ, ആകാരവടിവുകളുണ്ട്, ആകർഷണീയതയുണ്ട്, സൗന്ദര്യമുണ്ട്, ആസ്വാദ്യകരമാണ്, കണ്ണിന് കൗതുകകരമാണത്, അറിവേകാൻ കഴിയുമെന്നതിൽ അഭികാമ്യവുമാണ്. അത് കണ്ടാണ് അവൾ അത് പറിച്ചു നിന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ പഴവേ ഏതൻ തോട്ടത്തിൽ നിന്ന് പഴവേ ചെന്നപ്പോൾ നമ്മുടെ ഈ ദുരിയാൻ പഴം കണക്കെ നിൽക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു വീട്ടില് ഒരാൾ കൊണ്ടൊരു ദുരിയാൻ പഴം ഇവിടെ കൊണ്ടുവച്ച്, എനിക്ക് വളരെ കുറേ നേരമായിട്ട് ഇതിൻ്റെ സ്മെല്ല് എനിക്ക് കൊണ്ട് പിടിക്കുന്നില്ല. ഇത് ഇപ്പോഴാണ് കൊണ്ടുവച്ച്. ചിലർക്കൊക്കെ അത് വലിയ സന്തോഷമാണ്, പക്ഷെ ചിലർക്കത് പിടിക്കില്ല. എല്ലാം കൂടെ മുള്ളൊക്കെ വന്നിട്ട് നല്ല വില കൂടിയ പഴമാണ്. ചിലത് കയറ്റി വെച്ച് നല്ല പൈസ കിട്ടുന്നതാണ്, പക്ഷേ ചിലർക്കത് പിടിക്കില്ല. ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇതെന്താ വെച്ചാൽ ഇവിടെ ക്ലീനിങ് ഒന്നുമില്ലേ? സ്നേഹമുള്ളവരെ, ഇങ്ങനെ ഒരു പഴമായിരുന്നെങ്കിലോ പുഴുക്കുത്തേറ്റ് ജീർണിച്ച് നാറ്റം വമിക്കുന്ന ഒരു പഴമാണ് അവിടെ നിൽക്കണേ. എവിടെ? ഏദൻ തോട്ടത്തിൽ നിൽക്കണേ ആ പഴം. ദൈവം പറയാണ്, ആദാം അങ്ങോട്ട് പോലും കേട്ടാ, അത് പറിച്ചു തിന്നല്ലേ. ആദാം എന്താ പറഞ്ഞേനെ? അത് തന്നെ ഞാൻ നേരത്തെ നിന്നോട് പറയാനിരുന്നതാണ്. ആരെങ്കിലും പോകുമോ അത് പറിക്കാൻ? ആരും പോവില്ല. പ്രിയമുള്ളവരെ, പ്രലോഭനങ്ങളെല്ലാം ആസ്വാദ്യകരമാണ്, അത് കണ്ണിന് ഇമ്പകരമാണ്, നിരന്തരം മനസ്സിനെ ചഞ്ചലപ്പെടുത്തിക്കൊണ്ടിരിക്കും. എന്നാൽ ദൈവം പറയാണ്, നീ ഇതിനേക്കാൾ വില എനിക്ക് തരുന്നുണ്ടോ? ഇതാണ് പ്രലോഭനത്തെ അതിജീവിക്കാനുള്ള കരുത്ത് എന്ന് പറയുക. ഇതിന് മീതെ ഒരു സത്യമുണ്ട്. ആകാത്തതും അരുതാത്തതും എനിക്ക് വേണ്ട എന്ന് വെച്ചാൽ എനിക്ക് വില തരുന്ന ഒരു ദൈവമുണ്ട്. ഇത് കാണാൻ കണ്ണു തുറക്കണം. ഇതാണ് ജ്ഞാനമെന്ന് പറയുക. ശരിയാണ്, എല്ലാം സൗന്ദര്യമുള്ളതാണ്. ഉദാഹരണത്തിന് നമ്മൾ ആലോചിക്കുക, നമ്മുടെ നാട്ടിലുള്ള എല്ലാ സ്ത്രീകളും എല്ലാം ഇങ്ങനെ ചുക്കി ചുളിഞ്ഞ് ഇങ്ങനെ പല്ലില്ലാതെ അല്ല ഇങ്ങനെ ഇരിക്കുന്നതാണ്. നാരജ് ജരബാധിച്ചങ്ങനെ ഇരിക്കുന്നത് എല്ലാ സ്ത്രീകളും അങ്ങനെയാന്ന് നോക്കി. കർത്താവ് പറയുമോ ആസക്തിയോടെ സ്ത്രീയെ നോക്കരുത്? പറയുമോ ആസക്തിയോടെ സ്ത്രീയെ നോക്കരുത്? പുരുഷന്മാരെല്ലാം പറയും അങ്ങനെ കൽപ്പനയേ വേണ്ട, ഞങ്ങൾ പോകത്തേയില്ലെന്ന് പറയും. എൻ്റെ ആവശ്യമേ ഇല്ല. അതുകൊണ്ടാണ് ദൈവം ധാരാളം സൗന്ദര്യമുള്ളവരെ, ബ്യൂട്ടിഫുൾ വിമൻ ഇങ്ങനെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ലോകത്തിൽ മുഴുവൻ ആകർഷണീയതയുള്ള രീതിയിൽ ഇങ്ങനെ നടക്കുകയാണ്. ആകാരപടിവുള്ള മസിലുള്ള ചെറുപ്പക്കാരായ ആണുങ്ങളെ ഇങ്ങനെ സൃഷ്ടിച്ച് വിട്ടിരിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഇതുണ്ട് ഈ ഭൂമിയിൽ. കണ്ടു കഴിഞ്ഞാൽ
താല്പര്യം ജനിക്കുന്ന, വീണു പോകാൻ സാധ്യതയുള്ള. പക്ഷേ ചോദ്യം ഇതാണ്, നീ ഇവനേക്കാൾ ഉപരി എന്നെ സ്നേഹിക്കുന്നു. ആർ യു കമ്മിറ്റഡ് ടു മീ? നിന്റെ ദൈവത്തെ നീ ഇതിനേക്കാൾ വില കൽപ്പിക്കുന്നുണ്ടോ? അതോ പെട്ടെന്ന് തീരുന്ന ഈ സുഖത്തിന് പിറകെ, ഈ പഴത്തിന് പിറകെ നീ പോവുകയാണോ? പെട്ടെന്ന് തീരുന്ന ഈ സുഖത്തിന് പിറകെ, അതിനുശേഷം നീ അനുഭവിക്കുന്ന ഒരു വലിയ നിരാശയുണ്ട്, ഒരു മനസ്സിന് മടുപ്പുണ്ട്, ഒരു കുറ്റബോധമുണ്ട്, മനസ്സിന്റെ ഉന്മേഷങ്ങളെ മുഴുവൻ കെടുത്തിക്കളയുന്നൊരവസ്ഥയുണ്ട്. ഇതിൽ തകർന്നു പോകാനാണോ? അതോ ഇതിനു മീതെ ഒരു ദൈവം നിനക്ക് തരുന്ന ഒരു പ്രതിഫലമുണ്ട്. ഈ ലോകത്തിലെ എല്ലാ സുഖങ്ങളെക്കാളും വലുതാണത് എന്ന് കാണാനുള്ള കാഴ്ച, എന്റെ ദൈവം എന്നെ വിലമതിക്കുന്ന ഒരു കാഴ്ച, അത് കാണാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കുന്നുണ്ടോ? പല തരുമ്പോഴത്തേ ഹാലേലൂയ, ഹാലേലൂയ. പലർക്കും വിഷയം ഇതാണ്. ഒരിക്കലും വീട്ടിൽ നിന്ന് ആളുകൾ വന്ന് എന്നെ കണ്ടിട്ട് പറഞ്ഞു, അച്ഛാ, പെങ്കൊച്ച് ഒരു ലഹരിക്കടിപ്പെട്ട പയ്യനുമായിട്ട് പ്രണയത്തിലായി. അത് നീണ്ടുപോയി. ഒടുവിൽ അവൻ കൊടുക്കുന്ന കഞ്ചാവ് സ്വീകരിച്ച്, ലഹരി സ്വീകരിച്ച്, അവള് ഇപ്പോ രാത്രിയിലൊക്കെ അവൻ വിളിക്കുമ്പോൾ ഇറങ്ങി അങ്ങ് പോകും. എന്താണെന്നറിയ, കൂട്ടുകെട്ടിൽ പെട്ടുപോയി. കാരണം അവൻ കൊടുക്കുന്നത് സ്വീകരിച്ചില്ല എങ്കിൽ എന്തോ ഒരു കുറച്ചില്, ഞാൻ അവനെ സ്നേഹിക്കുന്നില്ല എന്നൊരു തോന്നല്. സ്നേഹിക്കുകയാണെങ്കിൽ ഇങ്ങനെ സ്നേഹിക്കണം, എല്ലാം കൊടുത്ത്. പ്രിയപ്പെട്ടവരെ, നിലപാടുകളില്ലാത്ത കുഞ്ഞുങ്ങൾ നമ്മുടെ കാലഘട്ടത്തിൽ പെരുകുകയാണ്. ഒരു നിലപാടുമില്ല. താറാക്കൂട്ടം കണക്കെ ഒരു താറാവ് അങ്ങോട്ട് പോകുമ്പോൾ കൂട്ടത്തിലെല്ലാം കൂടെ പോകും, അതിങ്ങോട്ട് വരുമ്പോൾ ഇതെല്ലാം കൂടെ ഇങ്ങോട്ട് വരും. ഒരു തീരുമാനമെടുക്കാൻ കഴിവില്ലാത്ത ഫ്രീക്കന്മാരുടെ കാലമാണ്. ഫ്രീക്കന്മാർ, എല്ലാ ഫ്രീക്കന്മാരും ഒരുപോലെ ഇരിക്കും. നോക്കിയ എല്ലാവരും ഒരേ ടൈപ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അവരുടെ കാഴ്ചപ്പാടുകളും അതുപോലെയാണ്. എന്താണ് ഇതിന്റെ കാരണം എന്നറിയാമോ? ഒരു കാരണം ഇത്രയേ ഉള്ളൂ, ഭീരുത്വം. ആരാണ് ഒരു നിലപാടെടുക്കാത്തത്, ഒരു സ്റ്റാൻഡ് എടുക്കാത്തത്? ഭയപ്പെട്ട് കഴിയുന്നവരാണ്, ഭീരുക്കളാണ്, സ്റ്റാൻഡ് എടുക്കാത്തത്. നമുക്കറിയാം, ബൈബിളിൽ ആരാണ് ധീരന്മാരെന്ന് പറയുന്നുണ്ട്. ബൈബിളിൽ ധീരതയുള്ളവരാരാണെന്നറിയാം. നിലപാടുകൾ ഉള്ളവരെയാണ് ധീരന്മാരെന്ന് വിളിക്കുക. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി നിലപാടെടുക്കാൻ, മൂല്യങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കാൻ കഴിവുള്ളവരുടെ പേരാണ് ധീരന്മാർ. എന്നാൽ ഭീരുക്കളെ കുറിച്ച് ബൈബിൾ പറയുന്നത് എന്താണെന്നറിയാമോ? വെളിപാടിന്റെ പുസ്തകം 21 അധ്യായം 8 തിരുവചനത്തിൽ പറയുകയാണ്, വായിക്കാതെ. വെളിപാടിന്റെ പുസ്തകം 21:8 തിരുവചനം പറയുകയാണ്, വായിച്ചോളൂ. എന്നാൽ ഭീരുക്കൾ അവിശ്വാസികൾ, ദുർമാർഗികൾ, കൊലപാതകികൾ, വ്യഭിചാരികൾ, മന്ത്രവാദികൾ, വിഗ്രഹാരാധകർ, കാപട്യക്കാർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധകവും എരിയുന്ന തടാകവുമായിരിക്കും. ഇതാണ് രണ്ടാമത്തെ മരണം. ബൈബിൾ പറയാണ്, എന്നാൽ ഭീരുക്കൾ. ആദ്യമേ പറയുന്ന പേര് ആരുടെയാണെന്നറിയാമോ? ഭീരുക്കൾ. എവിടെ പോകുന്നതെന്നറിയാമോ? നരകത്തി. എരിയുന്ന തീയും ഗന്ധകവും, രണ്ടാം മരണം, തിരിച്ചൊരു വരവില്ല. ഇവിടെ പോകുന്നവരുടെ ഗണത്തിൽ ആദ്യമേ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുന്ന പേര് ആരുടെയാണെന്നറിയാമോ? ഭീരുക്കളുടെ. എന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ വിഗ്രഹാരാധകർ നരകത്തിൽ പോകത്തുള്ളൂ. ആദ്യമേ നരകത്തിൽ പോകുന്നത് പേടിത്തൊണ്ടന്മാര്. എന്ന് പറഞ്ഞാൽ കൂട്ടുകാരെന്നാ വിചാരിക്കും, ഒരു നിലപാടുമില്ല. കൂട്ടുകാരെന്നാ വിചാരിക്കും, ഇങ്ങനെ പാത്തും പതുങ്ങിയും പമ്മിയും നടക്കുന്ന ആളുകളുണ്ടല്ലോ. അല്ലെങ്കിൽ ഈ കൂട്ടുകാർ വിളിക്കുന്ന മമ്മി മോൻ അല്ലെങ്കിൽ പപ്പാ മോൻ എന്ന് പറഞ്ഞാൽ വീട്ടിൽ പപ്പായുടെ കാര്യമോ, പപ്പ പറയുന്നത് മാത്രം കേട്ടാണ്, മമ്മി പറയുന്നത് മാത്രം. ഇവരുടെ പേരാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഭീരുക്കൾ. കൂട്ടുകാരുടെ സ്വാധീനത്തിൽപ്പെട്ട് കഴിയുന്ന അനേക കുഞ്ഞുങ്ങളുണ്ട്. ആരാണ് ബൈബിളിൽ ധീരന്മാർ? ആരൊക്കെ എതിർത്താലും, ആരൊക്കെ ചോദ്യം ചെയ്താലും എൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ കഴിവുള്ളവന്റെ പേരാണ് ധീരന്മാർ. അതുകൊണ്ടാണ് ബൈബിളിൽ ഈ വിശുദ്ധിയുള്ളവരെയാണ് ധൈര്യമുള്ളവരെന്ന് വിളിക്കുക. തലയെടുപ്പ്. നമുക്കറിയാം, നമ്മൾ ഒരാളെ ഒന്ന് നോക്കിയേ, ആള് നമ്മുടെ കണ്ണിൽ നോക്കി കാര്യം പറയണമെങ്കിൽ എൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ?
ആളിൻ്റെ ഹൃദയത്തിൽ വിശുദ്ധി ഉണ്ടെന്ന്. ഒരാൾ മോഷണം നടത്തിയിട്ട് വന്നാലോ തല ഇങ്ങനെ ഇരിക്കും, കള്ളം പറഞ്ഞാലോ അങ്ങനെ നോക്കും. എന്തുകൊണ്ടാണ് തല ഉയർത്തി നോക്കാത്തതെന്നറിയാം? തലയെടുപ്പില്ലാതെ പോകുന്നത് ഈ വിശുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾ അവർക്കെല്ലാം ഉണ്ടെങ്കിലും വിശുദ്ധി ഇല്ലെങ്കിൽ അവരുടെ തല താണു പോകും. നിലപാടുകൾ ഉള്ളവരാകുക, ധൈര്യമുള്ളവരാകുക. ഇല്ല എങ്കിൽ അവരെങ്ങും എത്താതെ പോകും. അതിനാൽ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പാത്തും പതുങ്ങിയും അശ്ലീലം കണ്ടും അശ്ലീലം പറഞ്ഞും സ്വയംഭോഗം ചെയ്തും ഇങ്ങനെ നട്ടല്ലില്ലാതെ നടക്കുന്ന ആളുകളുടെ ഇടയിൽ പെട്ടുപോകാനല്ല, മറിച്ച് ഈശോയ്ക്ക് സാക്ഷിയാകാൻ. ബി ബോൾഡ് വിറ്റ്നസ് ഓഫ് ക്രൈസ്റ്റ്, ദൈവത്തിന്റെ ശക്തമായൊരു സാക്ഷി. അത് നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് ഈശോയെ കുറിച്ച് പറയുന്ന സുന്ദരമായ ഒരു വചനമാണ്, അവന്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെട്ടിട്ടില്ല. അവന്റെ നട്ടെല്ല് തകർന്നില്ലെന്ന്. അവന്റെ ശരീരം മുഴുവൻ കൊത്തി നുറുക്കി, പക്ഷേ അവന്റെ നട്ടെല്ല് തകർന്നില്ല. അവൻ കുരിശിൽ കിടന്നപ്പോഴും നട്ടെല്ല് തകരാതെ കിടന്നത്. അതാണ് നിലപാടിന്റെ കാഴ്ചപ്പാട്. അതിനാൽ പ്രിയപ്പെട്ട ഒരു വിശുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ ധൈര്യമാണ്. വിശുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ നിലപാടുകളാണ്. ഇതിന് സുന്ദരമായ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഈ ധ്യാനചിന്ത നമ്മൾ സമാപിപ്പിക്കുകയാണ്, ഈ ആരാധന സമാപിപ്പിക്കാം. പഴയ നിയമത്തില് ജഡീക പ്രലോഭനത്തിന്റെ മുൻപിൽ നട്ടെല്ല് നിവർത്തി നിന്ന ഒരു ചെറുപ്പക്കാരനുണ്ട് പഴയ നിയമത്തിൽ. ആരാന്നറിയോ? സാമുവേൽ. ജോസഫ്. അതെ, ജോസഫ് ആണ് പഴയ നിയമത്തിലെ ജോസഫ്. എത്ര ശക്തനായ കരുത്തനായ ഒരു ചെറുപ്പക്കാരൻ. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 2-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ഈ ജോസഫ് 17 വയസ്സുള്ളപ്പോൾ ഒരു സ്വപ്നം കണ്ടു. എത്രാമത്തെ വയസ്സിലാ? 17. 17-ാമത്തെ വയസ്സിൽ നമ്മുടെ ചെറുപ്പക്കാർ കാണുന്ന സ്വപ്നം എന്തായിരിക്കും? 17-ാമത്തെ വയസ്സിൽ സാധാരണ കാണാനുള്ള സ്വപ്നം ഹൗ ടു എൻജോയ് സെക്സ്. പക്ഷെ ഈ ചെറുപ്പക്കാരൻ കണ്ട കാഴ്ച എന്താണെന്നറിയാമോ? 17-ാം വയസ്സിൽ അവന്റെ ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നം, ദൈവത്തിന് അവന്റെ ജീവിതത്തിലുള്ള പദ്ധതിയെക്കുറിച്ചുള്ള സ്വപ്നം അവൻ കണ്ടു. പാടത്ത് അവൻ കറ്റ കൊയ്തുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ കറ്റ കെട്ടി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള കറ്റകളെല്ലാം വന്ന് ഇവന്റെ കറ്റയെ വണങ്ങുന്നു. അതാണ് ഒന്നാമത്തെ കാഴ്ച. ഭാവിയിൽ അവൻ ആരായിത്തീരും. എന്താണ് ഈ ചെറുപ്പക്കാരന് മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾ കാണാതെ യുണീക്കായിട്ടുള്ള സ്വപ്നം കാണാൻ പറ്റുന്നേ? 17 വയസ്സ്. 17 വയസ്സെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, അന്നത്തെ കാലത്ത് ബൈബിളില്ല, കയ്യില് വചനമില്ല. നമുക്ക് 3-4 ബൈബിൾ വീട്ടിൽ ഇരിപ്പുണ്ട്. അന്നത്തെ കാലത്ത് ജോസഫിന് പള്ളിയില്ല. അവൻ താമസിക്കുന്നത് വിദൂരത്ത് അജ്ഞാതമായ ഒരു സ്ഥലത്ത്. അവൻ ചേട്ടന്മാരുടെ അടുത്തു നിന്നൊക്കെ അവൻ പോകുന്നത് ഈജിപ്തിന്റെ അടിമത്തത്തിലേക്കൊക്കെ പോകുന്നുണ്ട്. ഈജിപ്തിന്റെ കാരാഗ്രഹത്തിലൊക്കെ പോയി വീഴുന്നുണ്ട്. അവന്റെ മാതാപിതാക്കൾ അവന്റെ അടുത്തില്ല. അവന് ഈ മനുഷ്യന്റെ ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കുക. 17-ാമത്തെ വയസ്സിൽ ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ധാരാളം പ്രതിസന്ധി ഉണ്ടായി. 19-ാം വയസ്സാകുമ്പോൾ ഇവനെ ചേട്ടന്മാരെല്ലാം കൂടെ പിടിച്ചു കെട്ടി കിണറ്റിലിട്ട് അവസാനം അവിടുത്തെ കച്ചവടക്കാർക്ക് ഇസ്മായിലിയർക്ക് വിറ്റ് അവരവനെ കൊണ്ടുപോയി ഈജിപ്തിൽ പൊത്തിഫറിന്റെ ഭാര്യയുടെ അടുത്ത് കൊണ്ടുപോയി. പൊത്തിഫറിന്റെ ഭാര്യ അന്നേരെ നോട്ടം ഇട്ട് കൊള്ളാം. 19 വയസ്സ്, ആകാരവടിയുള്ള സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ. ഭർത്താവില്ലാത്തപ്പോ എല്ലാ ദിവസവും വചനം ഇതാണ് പറയുന്നത്, അനുദിനം ഈ പെണ്ണ് വന്നിട്ട് ഇവനോട് പറയും, എൻ്റെ കൂടെ ശയിക്കുക. ഈ ജോസഫ് 19 വയസ്സുള്ള ഈ ചെറുപ്പക്കാരന് പള്ളിയില്ല, ധ്യാന കേന്ദ്രമില്ല, ബൈബിളില്ല, മോട്ടിവേഷൻ ക്ലാസ്സുകളില്ല, മോട്ടിവേഷൻ ബുക്കുകളില്ല. ഹൗ ടു ഓവർകം സെക്സ്, യോഗ ചെയ്യാൻ അറിയത്തില്ല, ബ്രീത്തിങ് എക്സസൈസ് ഇല്ല. അവന്റെ പേരൻസ് അവിടെ ഇല്ല, വിദേശത്താണോ കഴിയുന്നത്. അനുദിനം ഈ പെങ്കൊച്ചു വന്നിട്ട് പറയാണ്, നമുക്ക് പാപം ചെയ്യാം. മുറിയിൽ ആരുമില്ല. അവൻ പെണ്ണിന്റെ പുറകെ പോയിട്ടല്ല, പെണ്ണ് അവന്റെ പുറകെ വന്നിട്ട് ഒരു ദിവസമല്ല, എല്ലാ ദിവസവും വന്ന് ഇത് പറഞ്ഞിട്ടും പ്രിയപ്പെട്ടവരെ, ഈ 19 വയസ്സുള്ള ഈ ചെറുപ്പക്കാരന് പാപത്തിൽ വീഴാതിരിക്കാൻ ഒരു കാരണമുണ്ട്.
നമുക്കിതെല്ലാം ഉണ്ട്, എന്നിട്ടും വീഴുന്നു. പക്ഷെ നമുക്കില്ലാത്തൊരു കാര്യം അവനുണ്ടായിരുന്നു. അതിന്റെ പേരാണ് ദൈവഭയം. ഹല്ലേലൂയ. സ്വരമേർതി ഹല്ലേലൂയ, ഹല്ലേലൂയ. The fear of God. ദൈവം എന്നെ കാണുന്നുണ്ട്, എന്റെ ദൈവം എന്നെ ഉറ്റുനോക്കുന്നുണ്ട്. മുറിയിൽ ആരുമില്ലായിരിക്കാം, കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ആരുമില്ലായിരിക്കാം, മൊബൈലിൽ ഞാൻ ശേഖരിച്ചു വെച്ചിരിക്കുന്നത് ആരും കാണുന്നില്ലായിരിക്കും, പക്ഷേ എന്റെ ദൈവം എന്നെ കാണുന്നുണ്ട്. അതാ നമുക്കില്ലാത്തത് അവന് ഉണ്ട് എന്ന് പറയുന്നത്. ദൈവഭയം, ദൈവഭയം. സ്നേഹമുള്ളവരെ, ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ വന്ന് പറഞ്ഞു, അച്ഛാ ഈയിടെയായിട്ട് പ്രാർത്ഥന അങ്ങോട്ട് കുറഞ്ഞു പോയി, ഇടയായിട്ട് ജപമാലയും കുറഞ്ഞുപോയി, ബൈബിള് വായനയും കുറഞ്ഞുപോയി, വിശുദ്ധ കുർബാനയില്ല. അപ്പോഴേ എനിക്കറിയായിരുന്നു വീഴുമെന്ന്, അപ്പോഴേ എനിക്കറിയായിരുന്നു വീണു പോകുന്നു. പ്രിയപ്പെട്ടവർ, ഇതൊന്നും അല്ല കാര്യം. ഇതിന്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് ദൈവഭയമില്ല. You lost the fear of God. നിന്റെ മുമ്പിൽ ദൈവം ഇല്ലാതെയായി. പക്ഷേ യോസഫ് എന്താ പ്രാർത്ഥിച്ചെന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകത്തിന്റെ 39 അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ വായിക്കാം. ഉൽപ്പത്തി 39 9-10 വാക്യം വായിക്കാം. എല്ലാം അവൻ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അതായത് പോത്തിഫറിന്റെ ഭാര്യയോട് യോസഫ് പറയുകയാണ്, നിന്റെ ഭർത്താവ് എല്ലാം എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു, എന്നേക്കാൾ വലിയവനായി ആരും ഈ ഭവനത്തിലില്ല. എന്റെ മേൽനോട്ടത്തിൽ നിന്ന് നിങ്ങളെ അല്ലാതെ മറ്റൊന്നും അവൻ മാറ്റി നിർത്തിയിട്ടില്ല. ചേച്ചി അല്ലാതെ വേറെ ആരെയും എന്റെ മേൽനോട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല. നിങ്ങൾ അവന്റെ ഭാര്യ ആയതുകൊണ്ടാണ്. എന്നിട്ട് പറ അടുത്തേ, അത് നിങ്ങൾ അവന്റെ ഭാര്യ ആയതുകൊണ്ടാണ്. ഞാൻ എങ്ങനെയാണ് ഇത്ര നീചമായി പ്രവർത്തിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്യുന്നത്? ഞാൻ എങ്ങനെയാണ് ഇത്ര നീചമായി പ്രവർത്തിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്യുന്നത്? ചോദിക്കുന്ന ചോദ്യം എന്നാണ്. എന്റെ ദൈവം എന്നെ കാണുന്നു. ബൈബിളും ധ്യാനകേന്ദ്രമൊന്നും അല്ല വിഷയം. ദൈവഭയം, ദൈവഭയം. അടുത്ത വചനം ഇതാണ്. അനുദിനം അവൾ പറഞ്ഞിട്ടും അവളുടെ കൂടെ ശയിക്കാനോ അവളുടെ അടുത്തിരിക്കാനോ അവൻ കൂട്ടാക്കിയില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ഈ ചെറുപ്പക്കാരനെയാണ് ദൈവം തന്റെ ജനതയുടെ പേട്രിയാർക്കായി, പിതാമഹനായി ഉയർത്തുന്നത്, ഈജിപ്തിന്റെ ഭരണാധികാരിയായി ഉയർത്തുന്നത്. കാരണം ദൈവം തരുന്നൊരു പ്രതിഫലമുണ്ട്. നൈമിഷിക സുഖം തരുന്ന പ്രതിഫലമല്ല, സുഖമല്ല. വിശ്വസിക്കണം ഇത്. നീ വില കൊടുത്താൽ ദൈവം നിനക്ക് തരുന്ന, ഒരുക്കുന്ന ഒരു പ്രതിഫലമുണ്ട് നിന്റെ കുടുംബത്തിൽ, നിന്റെ കുഞ്ഞുങ്ങളിൽ, തലമുറയിൽ. ഇതാണ് ജ്ഞാനമെന്ന് പറയുക. ഈ ജ്ഞാനമാണ് നമുക്ക് വേണ്ടത്. സുഭാഷിതങ്ങളുടെ പുസ്തകം 9 അധ്യായം 10 തിരുവചനം. ദൈവഭക്തിയാണ് ജ്ഞാനത്തിന്റെ ഉറവിടം. The fear of the Lord is the beginning of wisdom. Beginning of wisdom. ജ്ഞാനത്തിന്റെ ആരംഭം ദൈവഭയം, ദൈവഭയമാണ്. എന്ന് പറഞ്ഞാൽ LKG UKG പഠിപ്പിക്കുന്ന അക്ഷരങ്ങളാണ്, ആൽഫബറ്റ്സ് ആണ്. ABCD ആൽഫബറ്റ്സ് ആണ്, ആൽഫബറ്റ്സ് ആണ്. കാലം കഴിയുമ്പോൾ നമ്മൾ കെമിസ്ട്രി പഠിക്കും, ഫിസിക്സ് പഠിക്കും, സുവോളജി പഠിക്കും. അങ്ങനെ പഠിച്ചു പോകുമ്പോൾ ഒരാൾ ചിന്തിച്ചു, ഇതൊക്കെ മതി, ഇനി ആൽഫബറ്റ്സ് വേണ്ട. പഠിത്തം നിൽക്കും, പഠിത്തം നിന്നു പോകും. കാരണം ആൽഫബറ്റ്സ് ഇല്ലാതെ മുന്നോട്ട് നീങ്ങാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ, ആത്മീയ ജീവിതത്തിന്റെ ആൽഫബറ്റ്സ് ആണ് എന്ത്? ദൈവഭയം. എന്റെ ദൈവം എന്നെ നോക്കുന്നു, എന്റെ ദൈവം എന്നെ ഉറ്റുനോക്കുന്നുണ്ട്. മുറിയിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും എന്റെ ദൈവം എന്നെ കാണുന്നുണ്ട്. ഈ ഒരു ചിന്തയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ജ്ഞാനത്തിന്റെ ആരംഭം. പ്രായം കൂടുമ്പോ ഇത് കുറഞ്ഞു പോകരുത്. പലർക്കും ജീവിതത്തിൽ തൊഴിലില്ല, ജ്ഞാനമില്ല, തൊഴിലിനെ കുറിച്ച് ജ്ഞാനമില്ല, ഭാവിയെ കുറിച്ച് ജ്ഞാനമില്ല, വീട് പുലർത്താൻ അറിവില്ല, സാമ്പത്തിക മേഖലയിൽ പരാജയമുണ്ട്, വീട്ടിൽ കുട്ടികളെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, വീട് പലരുടെയും പരാജയപ്പെടും. ഒരു കാര്യം ഒരിക്കലും എനിക്കറിയാം. ഒരു മനുഷ്യൻ വലിയൊരു കമ്പനി നടത്തുകയാണ്, 150ഓളം ജോലിക്കാരെ മുൾമുനയിൽ നിർത്തി ഭരിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ സ്വന്തം മകൾ ഒരു അന്യ പുരുഷന്റെ കൂടെ, അന്യജാതിക്കാരന്റെ കൂടെ ഓടിപ്പോയി. 150 പേരെ 10-20 വർഷം മുൾമുനയിൽ നിർത്തി മാനേജ് ചെയ്ത ഒരു കമ്പനിയുടെ മാനേജരാണ്. സ്വന്തം മകൾ, ഒറ്റ മകളെ ഉള്ളൂ, ഒരുത്തിൻ്റെ കൂടെ ഓടിപ്പോയി.
അവളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ട എന്താ കാര്യം എന്നറിയാമോ? അന്വേഷിച്ചപ്പോ ഈ കമ്പനിയിൽ സഹപ്രവർത്തകയുടെ മേലുള്ള സംസാരം, നോട്ടം ഒരിക്കലും അയാൾക്ക് നിയന്ത്രിക്കാൻ പറ്റിയിട്ടില്ല. ഇതാണ് ജ്ഞാനമെന്ന് പറയുക. ദൈവത്തിന്റെ ജ്ഞാനം കിട്ടാതെ നമ്മുടെ ജീവിതം ക്രമപ്പെടില്ല. നമ്മൾ എത്ര അധ്വാനിച്ചാലും അത് പാഴായി പോകും. അതുകൊണ്ട് the fear of the Lord. യോസേഫ് ചോദിച്ചു, how can I sin against God? ഞാൻ എങ്ങനെ എന്റെ ദൈവത്തിനെതിരെ ഇത്ര നീചമായി പ്രവർത്തിച്ച് പാപം ചെയ്യും? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കൂടെ അറിയണം. ചിലർക്ക് ഇതിനെ നേരിടാനുള്ള ശക്തിയില്ല. അത് സത്യമാണ്. അപ്പൊ ചെയ്യാൻ ബൈബിൾ പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യമുണ്ട്. ഒന്ന്, സേ നോ. അന്നേരം തന്നെ നോ പറയണം. ഈ വിശുദ്ധി ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. രണ്ട്, ചിലർക്ക് അതിനുള്ള ബലമില്ലാതെ പോയാൽ ബൈബിൾ പറയുകയാണ്, ഓടിക്കോണം. എന്ന് ചോദിച്ചോട്ടെ, അതായത് ആരെയാണ് നമ്മൾ കൂടുതൽ പേടിക്കേണ്ടത്? പിശാചിനെയാണോ ജഡിക ഭാവത്തെയാണോ? ബൈബിൾ എന്താ പറയുന്നതെന്നറിയോ? ജഡിക ഭാവത്തെയാണ് കൂടുതൽ പേടിക്കേണ്ടത്. പിശാചിനെ പേടിക്കേണ്ട ആവശ്യമില്ല. ബൈബിൾ പറയാണ്, 1 കൊരിന്ത്യർ 6:18 പറയാണ്, വ്യഭിചാരത്തിൽ നിന്ന് ഓടി അകലുവിൻ. ഓടിപ്പൊക്കോളം. ഈ ഒരു തിന്മ വന്നു കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കരുത്, ഇറങ്ങി നടന്നോണം, പോയി കുളിച്ചോണം, പോയി ഒരു യാത്രയ്ക്ക് പോകണം, അല്ലെങ്കിൽ കൂട്ടുകാരുടെ അടുത്ത് പോയി, നല്ല സദ്വിചാരങ്ങളുള്ള കൂട്ടുകാരുടെ അടുത്ത് പോയി സംസാരിച്ചോണം, അല്ലെങ്കിൽ ബൈബിൾ എടുത്തോണം, പള്ളിയിൽ പൊക്കോണം, മുട്ടുമേന്നൊരു ജപമാലയിലേക്ക് പോകണം. ഇതിൽ നിന്ന് ഓടി അകലുവിൻ. മനുഷ്യൻ ചെയ്യുന്ന മറ്റു പാപങ്ങളെല്ലാം ശരീരത്തിന് വെളിയിലാണ്. വ്യഭിചാരം ചെയ്യുന്നവനാകട്ടെ സ്വന്തം ശരീരത്തിനെതിരായി പാപം ചെയ്യുന്നു. അതുകൊണ്ട് ഫ്ലീ ഫ്രം ഇമ്മൊറാലിറ്റി എന്നാണ് പറയുക. ഫ്ലീ ഫ്രം ഇമ്മൊറാലിറ്റി. ഓടുക. കാരണം ഇത് ഈസിയാണ്, ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഞാൻ അത്ര കണ്ടിരിക്കുന്നു. ഇങ്ങനെ അയഞ്ഞു പോയാൽ വീണുപോകും. അതുകൊണ്ട് ബൈബിൾ പറയുകയാണ്, ഓടിക്കോണം. യുവസഹജമായ മോഹങ്ങളിൽ നിന്ന് ഓടി അകന്നുകൊള്ളുവിൻ. എന്നാൽ പിശാചിന്റെ കാര്യത്തിൽ ബൈബിൾ പറഞ്ഞത് എന്താണെന്നറിയോ? പിശാചിനെ നിങ്ങൾ ചെറുത്ത് നിന്നാ മതി, അവൻ ഓടിക്കോളും. അപ്പൊ ആർക്കാണ് കഴിവുള്ളത്? പിശാചിനാണ് കഴിവില്ലാത്തത്. ഈ ജഡിക പാപത്തിന് ഭയങ്കര ശക്തിയാണ്. പിശാചിനെ നിങ്ങൾ ചെറുത്തു നിന്നാൽ മതി. യാക്കോബിന്റെ ലേഖനം 4:7 ആകയാൽ ദൈവത്തിന് വിധേയരാകുവിൻ, പിശാചിനെ ചെറുത്തു നിൽക്കുവിൻ, അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകന്നുകൊള്ളും. പിശാചല്ല ഇവിടുത്തെ വിഷയം. ഈ പാപം, ഇതിൽ നിന്ന് നമ്മൾ ഓടിയില്ലെങ്കിൽ, ഇതിനെ നമ്മൾ ഇപ്പൊ കൈകാര്യം ചെയ്യാം എന്ന് വിചാരിച്ച പ്രിയപ്പെട്ടവരെ വീണുപോകും. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരാളിന്റെ സാന്നിധ്യം, അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ സംസാരം, ഒരു കാഴ്ച, അതിൽ നിന്ന് അന്നേരം തന്നെ ഓടി അകന്നുകൊള്ളുവിൻ. വ്യഭിചാരത്തിൽ നിന്ന് ഓടി അകലുവിൻ. യുവസഹജമായ മോഹങ്ങളിൽ നിന്ന് ഓടി അകലുവിൻ. അതായത് ബൈബിള് പറയുന്നതിന്റെ കാഴ്ചപ്പാടിന്റെ ഒരു ഉപമ ഇതാണ്. ഈ ജഡികാസക്തിയെ കടുവയായിട്ടാണ്, കടുവ. എന്നാൽ പിശാചിനെ പൂച്ചയായിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഒരു കടുവയെ നിൽക്കണം, പൂച്ചയെ നിൽക്കണം. പൂച്ചയെ നമ്മളൊരു വിരട്ടിയ പൂച്ച എന്നെ എടുക്കും, ഓടും, പിശാച് ഓടും. പക്ഷേ കടുവയെടുത്ത് എന്നൊരു വിരട്ടിയാലോ വിവരം അറിയും. ഇതാണ് ബൈബിളിന്റെ ഒരു സിമ്പിൾ അലഗറി. ബൈബിൾ പറഞ്ഞതിന്റെ പൊരുൾ ഇതാണ്. ഓടിക്കോണം. കടിച്ചു ചീന്തും, പിച്ച് ചീന്തും. ഇതിനെ വിശുദ്ധ പൗലോസ്ലീഹ എങ്ങനെ കൈകാര്യം ചെയ്യുന്നറിയാമോ? പ്രിയപ്പെട്ടവർ, ഇത് എല്ലാവർക്കും ഉണ്ട്. പൗലോസ്ലീഹയ്ക്കുണ്ടായി. സാക്ഷാൽ യേശു മിശിഹായ്ക്ക് പ്രലോഭനങ്ങൾ ഉണ്ടായി. എങ്ങനെയാണ് അവരിതിനെ കൈകാര്യം ചെയ്തത്? പൗലോസ്ലീഹ കൈകാര്യം ചെയ്തത് 1 കൊരിന്ത്യർ 9:25 പറയുന്നുണ്ട്. കൊരിന്ത്യസിലെ സഭയ്ക്ക് എഴുതിയ 1 ലേഖനത്തിന്റെ 9:25 പൗലോസ്ലീഹ പറയുന്നത്, ഇത് ഒരു ആത്മനിയന്ത്രണത്തിന്റെ മേഖലയാണ്. പൗലോസ്ലീഹ ഇതിനെ ഒരു കായികാഭ്യാസിയുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുക. എന്നിട്ട് പറയാണ്, കായികാഭ്യാസികൾ എല്ലാ കാര്യത്തിലും ആത്മനിയന്ത്രണം പാലിക്കുന്നു. അതുകൊണ്ട് പൗലോസ്ലീഹ പറയാണ്, ഈ സുവിശേഷം പ്രസംഗിച്ച ഞാൻ ഒടുവിൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ തിരസ്കൃതനാകാതിരിക്കാൻ, ഡിസ്ക്വാളിഫൈഡ് ആകാതിരിക്കാൻ ഞാൻ എൻ്റെ ശരീരത്തെ കർശനമായി നിയന്ത്രിച്ച് കീഴ്പ്പെടുത്തുന്നു.
ഇതാണ് പൗലോസ്ലീഹയുടെ രീതി. പൗലോസ്ലീഹ പറയാണ്, കാര്യം ശരിയാണ്, ഞാൻ ഉപവസിക്കും, പ്രാർത്ഥിക്കും, ഞാൻ സുവിശേഷം പറയും, പട്ടിണി കിടക്കും, ഞാൻ അടി കിട്ടും, എനിക്ക് വലിയൊരു കാരാഗ്രഹവാസം അനുഭവിക്കും, ഇതെല്ലാം ശരിയാണ്. കപ്പൽ യാത്ര ചെയ്തു, കാൽനട യാത്ര ചെയ്തു, പ്രേക്ഷിത യാത്രകൾ 7 എണ്ണം ചെയ്തു, ഇതെല്ലാം ശരിയാണ്. പക്ഷേ എന്നാലും ഞാൻ എൻ്റെ ശരീരത്തെ, ഈ ചിന്ത ഇങ്ങോട്ട് വരുമ്പോണ്ടല്ലോ, കർശനമായി നിയന്ത്രിക്കും. ഇല്ലെങ്കിൽ പ്രശ്നം എന്താണെന്നറിയാമോ? നിത്യ കൂടാരത്തിൽ, ജീവന്റെ ന്യായപീഠത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, പൗലോസ് പേര് വിളിച്ച്, പേരില്ല പൗലോസിന്റെ. പൗലോസ് വിചാരിച്ച് 2ാം സ്ഥാനം ഇല്ല, 3ാം സ്ഥാനം ഇല്ല, അവസാനത്തെ സ്ഥാനമില്ല, ഡിസ്ക്വാളിഫൈഡ് ആയി. ഈ ഓട്ടത്തിൽ എവിടെയോ ഡിസ്ക്വാളിഫൈഡ് ആയി. പൗലോസ്ലീഹ പരിശുദ്ധാത്മാവിൽ പ്രചോദനമായി പറയാണ്, ഞാൻ നീ ഡിസ്ക്വാളിഫൈഡ് ആകാതിരിക്കാൻ, ഈ ഓട്ടത്തിൽ ഞാൻ ഈ സ്വർഗത്തിൽ എത്തപ്പെടാതിരിക്കാൻ ഒരു കാരണമുണ്ടെന്ന്. ഈ പാപത്തിൽ വീണുപോയ എൻ്റെ പ്രിയപ്പെട്ടവർ, ഇത് വലിയ സീരിയസ് ആയിട്ടൊരു വിഷയമാണിത്. അതുകൊണ്ടാണ് ഈശോ എങ്ങനെയാണ് ഈ വിഷയത്തെ, ഈ സെക്ഷുവൽ ടെംപ്റ്റേഷനെ കൈകാര്യം ചെയ്തതെന്ന് അറിയാമോ? ഈശോയ്ക്കും ഇതേ അവസ്ഥകളിൽ പോയി. കാരണം നമുക്കറിയാം, ഈശോ പ്രലോഭിപ്പിക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു. അപ്പത്തിന്റെ പ്രലോഭനമൊക്കെ കല്ലുകളാക്കി ഭക്ഷിക്കാനൊക്കെ പറയുന്നത് ശരീരത്തിന്റെ വിശപ്പാണ്. അപ്പൊ എങ്ങനെയാണ് ഈശോ ഇതിനെ കൈകാര്യം ചെയ്തെന്ന് അറിയാമോ? ഹെബ്രായർക്കുള്ള ലേഖനം 4-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈശോ എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്തതെന്ന്. ഹെബ്രായർ 4:15 ഈശോ ഇതിനെ മാനേജ് ചെയ്തത് എങ്ങനെയാണെന്നറിയാമോ? ശ്രദ്ധിച്ചു കേൾക്കാം. നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ, ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും, ഇൻ ഓൾ തിങ്സ്, ആ വാചനം ശ്രദ്ധിക്കണം, എല്ലാ കാര്യങ്ങളിലും നമ്മെ പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഈശോ എല്ലാ കാര്യങ്ങളിലും എന്ന് വെച്ചാൽ ജഡിക മേഖലകളിലും നമ്മെ പോലെ തന്നെ പ്രലോഭനം, പരീക്ഷണം ഈശോയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അടുത്ത വചനം പറയുകയാണ്, അതിനാൽ ഈശോ എന്താ ചെയ്തെന്നറിയാമോ? വേണ്ട സമയത്ത്, ഈ കോണ്ടെക്സ്റ്റിൽ എന്താണ് വേണ്ട സമയം എന്നറിയാമോ? ഈ പ്രലോഭനം ഉണ്ടാകുന്ന സമയം, ഈ ചിന്ത ഇങ്ങോട്ട് വരുമ്പോൾ, ഇങ്ങനെ താല്പര്യം ഉണ്ടാകുമ്പോൾ, ഫോണൊന്ന് എടുക്കാൻ തോന്നുമ്പോൾ, ഈ ഒരു ചിത്രം കാണാൻ തോന്നുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിന് നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. ദൈവത്തിന് വചനം പറയുകയാണ്, ഈശോ ഇതാ ചെയ്തത്. തന്റെ ബലഹീനതകളിൽ അവൻ നിലവിളിച്ചു, ഉച്ചത്തിൽ നിലവിളിച്ചു. തന്റെ ബലഹീനതകളിൽ അവൻ വാവിട്ട് കരഞ്ഞു എന്നാണ് ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ വേറൊരിടത്ത് പറയുക. വാവിട്ട് കരഞ്ഞു, ഉച്ചത്തിൽ കരഞ്ഞു, ദൈവത്തോട് തന്റെ അപേക്ഷകളും പ്രാർത്ഥനകളും സമർപ്പിച്ചു. ഇതാണ് ഈശോ ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് ഈ കൃപാവരത്തിന്റെ സിംഹാസനത്തെ, ദ ഹിലസ്റ്റേരിയോൺ എന്നൊരു വാക്കാണ് പൗലോസ് ഉപയോഗിക്കുക, ദ മേഴ്സി സീറ്റ്, ദൈവത്തിന്റെ കരുണയുടെ സിംഹാസനത്തെ ദൈവത്തെ നോക്കി ഇങ്ങനെ വിളിച്ചു, ദൈവമേ, അപ്പാ കരുണയായിരിക്കണമേ. ഇതാണ് ഈശോ ചെയ്തത്. കരുണയുടെ ഈ സിംഹാസനത്തെ നോക്കി നിലവിളിച്ചു, പ്രത്യാശയോടെ വിളിച്ചു. പ്രിയപ്പെട്ടവർ, ഇങ്ങനെയാണ് ഈശോ ഇതിനെ കൈകാര്യം ചെയ്തത്. അങ്ങനെയെങ്കിൽ നമ്മളിതിനെ ശസ്ത്രക്രിയ ചെയ്തുകൊണ്ടിരിക്കരുത്, നമ്മളിതിനെ പാമ്പർ ചെയ്തുകൊണ്ടിരിക്കരുത്. ഇതിൽ നിന്നോടി അകലാൻ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ഈ വചന ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ അതിനെ സഹായിക്കട്ടെ.